പ്രിയ കുട്ടികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോക്കി ക്യാമ്പ് പുരോഗമിക്കുകയാണ്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാ കുട്ടികളും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി ടൈം എടുത്ത് വീഡിയോ നോക്കി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. കുറേ പേര് ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ ഒക്കെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഈ ക്യാമ്പ് കൊണ്ട് കിട്ടുന്നത്, എന്തൊക്കെയാണ് പഠിക്കുന്നത്, അതിലൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ചേഞ്ചസ് വരുത്താനും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ ഫലം എല്ലാവർക്കും ഉണ്ടാവണം, എന്നാലേ അതിനൊരു ഗുണമുള്ളൂ. അത് ശ്രദ്ധിക്കണം എല്ലാവരും. അതുപോലെ ഇന്ന് നമ്മൾ ഒരു പ്രത്യേക സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്നു. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ഇന്ന് നാം നമ്മുടെ സ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെറിയ എക്സസൈസ് ചെയ്യാം. ഈ എക്സസൈസുകൾ ചെയ്യുന്നത് നമ്മുടെ എജിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എജിലിറ്റി എന്ന് പറഞ്ഞാൽ ചുറുചുറുക്ക്, പെട്ടെന്ന് തന്നെ ദിശ മാറി സഞ്ചരിക്കാനുള്ള കഴിവിനെയാണ് എജിലിറ്റി എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാണ് എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? ആ ചുറുചുറുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം ഈ എക്സസൈസുകൾ ഇന്ന് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല ചുറുചുറുക്കുള്ള കുട്ടികളായി കഴിഞ്ഞാൽ മാത്രമേ ഏതൊരു പ്രവർത്തനങ്ങളും എത്രയും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അതിനുവേണ്ടിയാണ് നാം ഈ എക്സസൈസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ. ആദ്യ എക്സസൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുപോലെ നോക്കൂ. ഇതുപോലെ കോണുകൾ ഏകദേശം 1 മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കും. 1 മീറ്റർ അല്ലെങ്കിൽ 3/4 മീറ്റർ ഡിസ്റ്റൻസിൽ മതി. അതുപോലെ കീപ്പ് ചെയ്തിട്ട് അതിനിടയിലൂടെ മാറി മാറി റൺ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, റെഡി? അത് നമ്മൾ 2 റൗണ്ട് ചെയ്തു. 2 റൗണ്ട് ചെയ്തത് കുറച്ച് സ്ലോലിയാണ് ചെയ്തത്. നമ്മൾ സ്ലോലി ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി സ്പീഡ് കൂട്ടാം. ഓക്കെ. സ്പീഡ് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം, തട്ടി കാല് തന്നെ വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് എജിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള രണ്ടാമത്തെ എക്സസൈസ് ചെയ്യാം. നോക്കൂ, കോണിങ്ങനെ വെച്ച് കാണുന്നു. ഈ പച്ച കോണ് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. പച്ച കോണിൽ നിന്നും ഓരോ കോണിലേക്കും ഓടി തിരിച്ചു വരികയാണ് വേണ്ടത്. ഓക്കെ, റെഡി? യെസ്. ഓക്കെ. ഇനി നമുക്ക് നാം ഇപ്പോൾ ചെയ്ത 2 എക്സസൈസുകളും കമ്പൈൻ ചെയ്ത് ചെയ്യാം. നമ്മൾ ആദ്യമായി ചെയ്ത
കോണുകളുടെ ഇടയിലുള്ള ഓട്ടം, കോണുകളുടെ ഇടയിലുള്ള സിഗ്സാക്കിൽ ഓടിയത് 3 കോണ് കവർ ചെയ്തതിന് ശേഷം ഈ കോണിലേക്ക് തിരിച്ചു വരിക, സെൻറ്റർ കോണിലേക്ക്. എന്നിട്ട് വീണ്ടും തിരിച്ച് കോണിലേക്ക് പോവുക, 3 കോണ് കവർ ചെയ്യുക, തിരിച്ച് ഇവിടത്തേക്ക് പോവുക. അങ്ങനെയാണ് ഇത് കമ്പൈൻ ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം അല്ലേ? യെസ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3. 1 2 3. 1 2 3. 1 2 3. Come on. Yes. 1 2 3. Yes. 1 2 3. ഓക്കെ, നമുക്ക് ഒരു എക്സസൈസ് കൂടി ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് ഓരോ കോണിലേക്കും മാറി മാറി ഓടിയെത്തുന്നു. ഇതാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. നിങ്ങൾ വാമിംഗ് അപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. വാമപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ എജിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സസൈസുകൾ ഇപ്പോൾ ചെയ്തല്ലോ. വളരെ രസകരമായ ഈ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെന്നി വീഴുന്നത് കുറച്ച് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്ന സ്പീഡിൽ നിങ്ങൾ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ സ്കില്ല് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി 3 സ്കില്ല് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഡ്രിബ്ലിങ് പഠിച്ചു, അതോടുകൂടെ പുഷിങ് പഠിച്ചു, പിന്നെ നമ്മൾ ടാപ്പ് ആൻഡ് റൺ പഠിച്ചു അല്ലേ? ഇതൊക്കെ നമ്മുടെ ഗെയിമിൽ, ഹോക്കിയിൽ വളരെ പ്രധാനപ്പെട്ട സ്കില്ലുകളാണ്. ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട സ്കില്ലുകളാണ്. ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് കൂടുതൽ സ്പേസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. എന്നാലും നിങ്ങളുടെ പരിമിതമായ സ്ഥലത്ത് വെച്ച് നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പഠിച്ചതിന് ശേഷം നമുക്ക് ഗെയിമിലേക്ക് വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ സ്കില്ല് നോക്കാം. ഇന്നത്തെ സ്കില്ല് ചെയ്യുന്നത് സ്റ്റോപ്പിംഗ് ആണ്. ബോള് ഒരു സ്ഥലത്ത് നിർത്തുക അഥവാ സ്റ്റോപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്കില്ല് യൂസ് ചെയ്യുന്നത്. സ്പീഡിൽ വരുന്ന ബോളുകൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കൺട്രോളിലാക്കി കളിക്കാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ സ്റ്റോപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നാം പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് സ്റ്റിക്ക് ഹോൾഡ് ചെയ്യുന്ന രീതി പറയാം. ഇപ്പോൾ സാധാരണ യൂസ് ചെയ്ത ബേസിക് ഗ്രിപ്പാണ് നമുക്ക് സ്റ്റോപ്പിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇടത് കൈ സ്റ്റിക്കിൻ്റെ ഏറ്റവും ടോപ്പിലായി ഫേം ആൻഡ് ടൈറ്റായി പിടിക്കുക. ഓക്കെ, അടുത്തതായി വലത് കൈ സ്റ്റിക്കിൻ്റെ സെൻറ്ററിന് കുറച്ച് മുകളിലായി പിടിക്കുക. ഓൾറെഡി ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അടുത്തതായി നമുക്ക് ബോഡി പൊസിഷൻ നോക്കാം. നോക്കൂ, നമ്മൾ ഷോൾഡർ ലെവലിൽ 2 കാലും കീപ്പ് ചെയ്യുക. ഷോൾഡർ ലെവലിൽ 2 കാലും കീപ്പ് ചെയ്തതിന് ശേഷം ചെറുതായി 2 കാൽമുട്ടും ബെൻഡ് ചെയ്യുക. നമ്മുടെ ഹോക്കി ഗ്രിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, സ്റ്റിക്കിൻ്റെ ഗ്രിപ്പ് പറഞ്ഞു. ആ ഗ്രിപ്പിൽ സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് ഫ്രണ്ടിലേക്ക് താഴേക്ക് ടച്ച് ചെയ്യത്തക്ക രീതിയിൽ, തറയിൽ ചെറുതായി ടച്ച് ചെയ്യത്തക്ക രീതിയിൽ വെക്കും. ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റിക്കിൻ്റെ മുകൾ ഭാഗം മുന്നിലേക്ക് ചെരിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടതെന്ന് അറിയോ? നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നോക്കൂ, ബോള് അവിടെ സ്റ്റോപ്പായി നിൽക്കണം. നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് ചെരിച്ചതാണെങ്കിൽ, സ്റ്റിക്കിൻ്റെ മുകൾ ഭാഗം ബാക്ക് ഭാഗത്തേക്ക് ചെരിച്ചതാണെങ്കിൽ ബോള് ഇതിൽ ടച്ച് ചെയ്ത് മുകളിലേക്ക് കയറി വന്ന് നമുക്ക് ഇഞ്ചറി ഉണ്ടാവാം. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. നോക്കൂ, സ്റ്റിക്ക് ഇങ്ങനെ പിടിക്കരുത്, ചെറുതായി ഫ്രണ്ടിലേക്ക് ബാൻഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ അതിനു വേണ്ടി നാം ഇടത് കൈ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയി വേണം സ്റ്റോപ്പ് ചെയ്യാൻ. കണ്ടോ, ഇതുപോലെ സ്റ്റോപ്പ്. ഓക്കെ, നമുക്കിനി വരുന്ന ബോള് സ്ലോലി സ്റ്റോപ്പ് ചെയ്ത് നോക്കാം. റെഡി? നമ്മുടെ സ്റ്റോപ്പിങ്ങിൻ്റെ പൂർണ്ണ രൂപം നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഏത് ഭാഗത്തു നിന്നാണോ ബോൾ വരുന്നത് നോക്കാം. എന്നിട്ട് അതിന് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക. 2 കാലും ഷോൾഡർ ലെവൽ കീപ്പ് ചെയ്യുക. അതിനുശേഷം മുട്ട് ചെറുതായി, നമ്മുടെ നീ ചെറുതായി മടക്കി ബെൻഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിക്ക് പിടിക്കും. ഓക്കെ, ഒന്നുകൂടി നോക്കാം. സ്റ്റോപ്പിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രില്ലുകൾ നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ഇതുപോലെ കുറച്ച് കോൺ കീപ്പ് ചെയ്യാം. കോൺ കീപ്പ് ചെയ്തിട്ട് കോണിൻ്റെ അടുത്ത് പോയി
നമ്മൾ സ്റ്റോപ്പിൻ്റെ പൊസിഷൻ എടുക്കും. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കാണോ ബോൾ വന്നത് അതിനായിട്ട് മൂവ് ചെയ്യാനുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, റെഡി? നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നാം ഡയറക്റ്റ് മുന്നോട്ടേക്ക് ഫേസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എവിടെയാണോ ബോൾ വരുന്നത് ആ ഭാഗത്തേക്ക് ഓടി നമുക്ക് ചെന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, രണ്ട് ഡയറക്ഷനിലും മാറി മാറി എറിഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇന്ന് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു അല്ലേ? ആദ്യമായി നമ്മൾ വാമിംഗ് അപ്പ് ചെയ്തു. വാമിംഗ് അപ്പ് ചെയ്തതിന് ശേഷം എജിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ എക്സസൈസുകൾ ചെയ്തു അല്ലേ? കോൺ വെച്ച് കോണിനിടയിലൂടെ രസകരമായി ഓടിയൊക്കെയാണ് അത് ചെയ്തത് അല്ലേ? ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മളിന്ന് ഒരു സ്പെഷ്യൽ സ്കില്ല് പ്രാക്ടീസ് ചെയ്തു. സ്റ്റോപ്പിംഗ് എന്നാണ് സ്കില്ലിൻ്റെ പേര്. സ്റ്റോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് സ്റ്റോപ്പിംഗ് ചെയ്യുന്നത്? സ്റ്റോപ്പിംഗ് ചെയ്യുന്നത് ഒരു ബോൾ പോകുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ കൺട്രോളിലാക്കി കളിക്കുന്നതിന് വേണ്ടിയാണല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ്. അതിൽ സ്റ്റോപ്പ് ചെയ്യുന്ന ബോഡി പൊസിഷൻ, അതിൻ്റെ സ്റ്റിക്കിൻ്റെ ഗ്രിപ്പ്, അതോടനുബന്ധിച്ച് പൊസിഷൻ എടുത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയും പറഞ്ഞു. പിന്നെ അതിനുശേഷം 2 ഡ്രില്ലുകൾ ചെയ്തു. ഒന്ന് സ്റ്റോപ്പിംഗ് പെർഫെക്ഷന് വേണ്ടി, രണ്ടാമത് പൊസിഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയും 2 ഡ്രില്ലുകൾ ചെയ്തു. ഇത് രണ്ടും ചെയ്ത് നോക്കുക. ഇനി ഇതിൽ കൂടുതൽ ഡ്രില്ലുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ ചെയ്യിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് കൃത്യമായി ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.